എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പരിപ്പ് അഴിച്ചിട്ടതാണ് കേട്ടോ. ഇന്ന് പരിപ്പ് കറി വയ്ക്കാൻ പോവാണ്. പരിപ്പ് കറി പിന്നെ മീന് കൊണ്ടുവന്നൊഴുകുന്നത് ചൂട കറി വെച്ചാൽ അവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല. കറി വെക്കുകയൊക്കെ ചെയ്യും. ഞാൻ ചൂടയിൽ തേങ്ങാപ്പാലോ വെച്ചിട്ട് വെക്കുക, അല്ലെങ്കിൽ പിന്നെ മിളകും വെള്ളം വെക്കും. തേങ്ങാപ്പാലോ വെച്ചിട്ട് വെക്കുമ്പോൾ നല്ല രസം. രണ്ട് തക്കാളിയും പച്ചമുളകും ഒക്കെ കീറിയിട്ട് വെക്കുമ്പോൾ. അപ്പം മിക്ക ദേവുട്ടിക്കാണെങ്കിൽ ചൂട വറക്കണതൊക്കെ ഇഷ്ടം. അപ്പം ഞാൻ ഒരു പരിപ്പ് കറി വെച്ചിട്ട് പിന്നെ കോവയ്ക്ക കൊടുക്കുന്നുണ്ട് ഉപ്പേരിക്ക്. അപ്പൊ ഉപ്പേരി കോവയ്ക്ക ആക്കിയിട്ട് മീൻ വറക്കാന്ന് വിചാരിച്ചു. പച്ചക്കറിയുടെ കൂടെ മീൻ വറുത്തൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമല്ലേ. അത് ചൂടാന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ചൂട എല്ലാവർക്കും ഒരുവിധം ഇഷ്ടം വറുത്ത് കഴിക്കണതാണ്. അപ്പൊ ഞാൻ ചൂട വറക്കാനാണ് കേട്ടോ. ചൂട വറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മിളകും പൊടിയൊക്കെ രാവിലെ നീട്ടിട്ട് കോവക്കരിയിലും ചൂട നന്നാക്കലൊക്കെ ആയിട്ട് എൻ്റെ സമയം അങ്ങനെ പോയിട്ടാ. പിന്നെ ചായക്ക് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പൂരിക്ക് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. പൂരിക്ക് സ്പെഷ്യൽ കറിയൊന്നുമില്ല. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് മസാലക്കറി ഉണ്ടാക്കുക. അതാണെങ്കിൽ അപ്പം ഉരുളേട്ടൻ കഴിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഉരുളൻകിഴങ്ങ് ഒഴിവാക്കിയിട്ട് ഈ പരിപ്പ് കറി കൂട്ടിയിട്ട് തന്നെ പൂരി കഴിക്കാന്നുള്ളത്. ചുമ മാറിയിട്ടില്ല കേട്ടോ, മാറി വരുന്നുള്ളൂ. പരിപ്പും തക്കാളിയും കൂടിയിട്ടാണ് കേട്ടോ. പരിപ്പും തക്കാളിയും കൂടി നമ്മൾ നാളികേരം വെച്ചിട്ടുണ്ട്. കുറേ ദിവസം ഞാൻ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് പരിപ്പും മുരിങ്ങക്കായ വെച്ചാണ്. മുരിങ്ങക്കായ സീസൺ ആയതുകൊണ്ട് മിക്കപ്പോഴും ഇപ്പം പരിപ്പും മുരിങ്ങക്കായാണ് കേട്ടോ. ഇന്ന് പരിപ്പും തക്കാളിയും. ഇന്നലെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി വെച്ചല്ല റൈസ് ഷാമളേച്ചി എന്തരിയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ബർക്കത്തിന് വന്ന അരിയാണ്. കിലോ 70 രൂപ അത്രയേ ഉള്ളൂ. പിന്നെ മൊബൈല് പിന്നെ ശരണം എന്ന് പറഞ്ഞിട്ട് ഫ്രീ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മൊബൈല് എല്ലായിടത്തും അങ്ങനെ തന്നെ. ഒരുവിധ അമ്മമാര് പറയണതൊക്കെ അതിങ്ങനെയാ. മൊബൈല് പിള്ളേര് മൊബൈലില് അത്രയും അഡിക്റ്റ് ആയി. അതില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത കാലമായി. പിള്ളേർക്ക് മാത്രമൊന്നുമല്ല, വലിയവർക്ക് അതെ. ഇനി മറ്റേ അടപ്പത്ത് കോവക്കായ ഉപ്പേരി മുളകിടാം. കോവക്കായ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും നന്നാക്കാറുണ്ട്. പരിപ്പ് 2 വിസിൽ വന്നു കേട്ടോ. മതി. ഇത് ഈ അടുപ്പത്ത് പൂരി ചുടാനാണ്. അങ്ങനെ ഉണ്ട്. എല്ലാവരുടെ കിണറ്റിലെ വെള്ളമൊക്കെ വറ്റിയാ. ചിലവർക്ക് വെള്ളത്തിന് നല്ല ക്ഷാമവും. ഞങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. കഴിഞ്ഞ പോലെ ഞങ്ങൾ ചേറെടുത്തു. കഴിഞ്ഞ പോലെ 2 വട്ടം ചേറെടുത്തു എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ ചേറൊക്കെ മണ്ണൊക്കെ കയറ്റിയതിന്റെ ശേഷം ഞങ്ങൾ മദ്രാസിൽ പോയത്. മദ്രാസിൽ പോയപ്പോ മാവ് കിണറിന്റെ നേരെ കിണറ്റിമിക്കാൻ വീഴുക. അപ്പൊ അതെങ്ങനത്തെ മാങ്ങയെന്ന് വെച്ചാൽ 1.5 മുല്ല ആ മാവ് കായ്ക്കുള്ളൂ. കായ്ക്കുമ്പോ വലിയ മാങ്ങയാവോ, പഴുത്ത പുഴു വരുന്ന മാങ്ങല്ലേ, ആ മാങ്ങയാവും കേട്ടോ. അപ്പൊ ഞങ്ങള് പോകുമ്പോ ഇവിടെ എപ്പോഴും കരാറ് കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ തന്നെ ആൾക്കാരിനെ കയറ്റി പൊട്ടിച്ചിട്ട് എല്ലാവർക്കും തറവാട്ടിലെല്ലാവർക്കും കൊടുക്കും, അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാർക്ക് കൊടുക്കും, അങ്ങനെ ചെയ്യാം. അപ്പൊ ഞങ്ങള് പോണേന്റെ ഒടുവിലേക്ക് ഉണ്ടായത് മാങ്ങേ. അപ്പൊ ഒരുവിധമൊക്കെ അവസാനിച്ചിട്ട് ഞാൻ പോയത്. എന്നാലും മേലെ കുറച്ചുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് മദ്രാസിക്ക് ഒരാഴ്ചക്ക് പോയി വരുമ്പോഴേക്കും മാങ്ങ അതുമേക്ക് വീണിട്ട് വലയമ്മ തൂങ്ങിക്കിടന്ന് വല പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ള് പോയി. അപ്പൊ അത്രയും വലിയ മാങ്ങകളല്ലേ. ഒരേ മാങ്ങ അത്യാവശ്യം വലിപ്പുണ്ടാവും, നിറച്ച് പുഴു. അങ്ങനെ മാങ്ങ പിന്നെ ഈ കുറച്ച് വെള്ളമല്ലേ അവസാനം ആകുമ്പോഴേക്കും ഉണ്ടാവുള്ളൂ. അപ്പൊ തിരിച്ചു വന്ന് പിന്നെ മോട്ടർ അടിക്കുമ്പോ മാങ്ങയൊക്കെ ചീഞ്ഞിട്ട് ആ ചീഞ്ഞ വെള്ളത്തിന്റെ ഒരു ഇതാ. എന്നിട്ട് മണ്ണെടുത്തിട്ടാണ് ഞങ്ങൾ പോയിണ്ടായിരുന്നത്. തിരിച്ചു വന്നപ്പോ വീണ്ടും പിന്നെ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. മാങ്ങ ഇങ്ങനെ ചീഞ്ഞിട്ടുള്ള ചുവപ്പും ജാതി ടേസ്റ്റ് വെള്ളത്തിന്. എന്നിട്ട് തിരിച്ചും വീണ്ടും ഇറക്കിയിട്ട് ആ മാങ്ങ ചീഞ്ഞ മാങ്ങയൊക്കെ എടുത്ത് കയറ്റിണ്ട് വന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം പിന്നെ ചേർക്കേണ്ട പണിയൊന്നുമില്ല. അപ്പൊ വെള്ളം ഉണ്ട് കേട്ടോ കിണറ്റില്. ഞങ്ങളുടെ അവിടെയൊക്കെ വെള്ളം എങ്ങനെ ഉണ്ട് എന്നുള്ളത്, കിണറ്റിലെ വെള്ളം തീർന്നോ പച്ചാറായോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ ഫ്രണ്ട്സ്. ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. അവസാനം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുള്ളൂ.
അപ്പോഴും പിന്നെ മഴയും പെയ്ത് തുടങ്ങും. കുറച്ച് ഉപ്പിടട്ടെ കേട്ടോ. മിളക് മൂത്തേണ്ട തുമ്പല് ഇത് ഇവിടെ കോവക്കായ ഉപ്പേരി വെക്കുമ്പോൾ എല്ലാവർക്കും നന്നായി വാടണം കേട്ടോ. നന്നായി വാടി നല്ല ചുങ്ങി വരണം. അതുകൊണ്ട് കുറേ നേരം ആവും എനിക്ക് കോവക്കായ ഉപ്പേരിക്ക് മെല്ലെ തീയിലിട്ട് വേവിക്കുമ്പോൾ. എപ്പോഴും അങ്ങനെ ആവാറുണ്ട്. ഇത് പൂരിക്കുള്ള എണ്ണയാണ് കേട്ടോ. ചൂടായി വരുമ്പോഴേക്കും പൂരി പരത്തിയിട്ടിടാം. എണീറ്റ വശം പൂരിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് എന്നിട്ടാ പിന്നെ മീൻ നന്നാക്കാനൊക്കെ നിന്നത് മാവ് നല്ല പാകായി. അങ്ങനെ നമ്മുടെ പൂരിയുടെ അണ്ടി കഴിഞ്ഞു കേട്ടോ. പൂരിയുടെ കഴിഞ്ഞു. ഇനി അടപ്പത്ത് ഈ എണ്ണയിൽ തന്നെ മീൻ വറക്കാച്ചിട്ടാ. കുറച്ച് എണ്ണ അതിൽ നിന്ന് മാറ്റിയിട്ട് വേണം മീൻ വറക്കാൻ. ഒഴിക്കട്ടെ. ഈ അടപ്പത്ത് നമ്മുടെ കോവയ്ക്ക നന്നായി വെന്തുട്ടെ. പ്രാവശ്യം കിട്ടിയ കോവയ്ക്ക അധികം പഴുത്തതൊന്നും അല്ലായിരുന്നു. നല്ല ചോപ്പൊക്കെ കുറവായിരുന്നു. എല്ലാം നല്ല പച്ച. അല്ലെങ്കിൽ ചില സമയത്ത് ഫുള്ളിങ്ങനെ ചോപ്പ് കളറായിട്ടായിരിക്കും മൂത്ത കോവയ്ക്കുക. നല്ല ചള്ളായിരുന്നു. പിന്നെ നന്നായി നൈസായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോവക്കായ പ്രാവശ്യം പെട്ടെന്ന് വാടി. ഈ അടപ്പത്ത് നമ്മുടെ പരിപ്പ് കറി റെഡിയാക്കാം. പരിപ്പൊക്കെ വെന്തുണ്ട് കേട്ടാ. ഇതിലേക്ക് നമുക്ക് 2 തക്കാളിയും മുറിച്ചിട്ട് 2 പച്ചമുളകും കറിവേപ്പിലൊക്കെ മുറിച്ചിടാം.
കുറച്ച് എരിവിന്. ഈ കൂട്ടധികം എരിവൊന്നും ഉണ്ടാവില്ല. ഒരു 1/2 സ്പൂൺ മുളകും പൊടി ഇടുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി. നന്നായി ആ തക്കാളി ഒന്ന് വെന്ത് വരട്ടേട്ടാ. തക്കാളി വന്നതിന് ശേഷം നമുക്ക് നാളികേരം അരച്ച് ഒഴിക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നാളികേരം പൊട്ടച്ച് വെച്ചിട്ടുണ്ട്. ചിരകട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, നാളികേരം അരയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് തലച്ച കരണ്ടാൻ പോയിട്ടാ. പെട്ടെന്ന് വരും ചെയ്തു. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പൊ നമ്മൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളികേരം അരച്ചത്. നാളികേരത്തിൽ ഞാൻ അരയ്ക്കുമ്പോൾ ഒരു നുള്ളു മഞ്ഞപ്പൊടി മാത്രമായിട്ട് ഇട്ടിട്ടുള്ളൂ. ജീരകം അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല. നല്ല രസം കേട്ടാ. പരിപ്പും തക്കാളിയും, പരിപ്പ് ഇരുമ്പാമ്പുളിയും, പരിപ്പും മുരിങ്ങക്കായും, അതൊക്കെ എൻ്റെ ഫേവറേറ്റാ. അപ്പൊ ഇനി ചെറുതായിട്ടൊരു ചെറിയൊരു തള വരുന്ന മാതിരി ആയിക്കോട്ടെ കേട്ടോ. നന്നായി തിളച്ച് മറിയല്ല, നല്ല നാളികേരൊക്കെ ഒന്ന് ചൂടായി ഒരു ഇതാവട്ടെ. പച്ചമുളകൊക്കെ ഒന്ന് പോട്ടെ. നമ്മുടെ കൂട്ടാൻ അറക്കിയിട്ട് ഞാൻ കടുക് വറുത്തിട്ടാണ്. കുറച്ച് ഉള്ളിലും കടുക്, കറിവേപ്പില, 2 വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇവിടെ നന്നായിരുന്നു. വറ്റൽമുളക് എന്തെങ്കിലും ഇല്ല. എങ്ങനെയുണ്ട് നമ്മുടെ പരിപ്പും തക്കാളി കറി എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാട്ടോ ഫ്രണ്ട്സ്. ഈ അടപ്പത്തെ നമ്മുടെ ചായ മീൻ വറുത്തത് കഴിഞ്ഞിട്ടാ. ഈ ഒരു പോകുന്നുണ്ടല്ലോ. ഇനി ഭയങ്കര എളുപ്പത്തിലുള്ള പണികളാണ്. ചില ദിവസം ഇങ്ങനെ ആലോചിക്കും എന്താ വെക്കേണ്ടതെന്നുള്ളത്. അപ്പം ഇന്ന് എനിക്ക് എല്ലാം എളുപ്പത്തിലുള്ളതായ കാരണം എൻ്റെ പണി കുറച്ച് ലാഭമായി. മറ്റേത് ചായക്ക് ഒരു പലഹാരം, അതിൽ ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് പണി കൂടുതലല്ലേ. ഇന്നിപ്പോൾ എളുപ്പമാണ്. സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച്. സിമ്പിളായിട്ടുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയ കറി. ഇവിടെ പിന്നെ അങ്ങനെ ഇന്നത് വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നിർബന്ധക്കാരി കുറച്ച് ദേവുട്ടി മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് മീൻകറിയൊക്കെ ഉണ്ടെങ്കിലും കുട്ടിക്കായാലും ചപ്പാത്തിക്കായാലും ദോശയ്ക്കായാലും ഒക്കെ ഇവിടെ മീൻകറിയൊക്കെ കൂട്ടിട്ടാ. അപ്പൊ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും ഒരു കറി ഉണ്ടായാൽ മതി എന്നുള്ളൊരു ഇതുള്ളൂ. 1/2 കിലോ ചൂടായിരുന്നു. 1/2 കിലോട്ട് കൂടുതലുണ്ട്. ചൂട് എത്ര വറുത്താലും നമ്മൾ കഴിക്കില്ല. അത്രയും എന്താ പറയാ ഇഷ്ടമുള്ളൊരു സാധനല്ലേ. അപ്പൊ ദേവുട്ടിയുടെ ഫേവറേറ്റ് ചൂട വറുത്തത്, മൂലി, പരിപ്പ് കറി, കോവക്കായ ഉപ്പേരി. കോവക്കായ ഉപ്പേരി എന്റെയാണ് കേട്ടോ ഫേവറേറ്റ്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ചിന്റെ വീഡിയോ ഇത്രയുള്ള കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും വീഡിയോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.